ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് ടെക്നിക്കലി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പല സാഹചര്യങ്ങളിലും പേഷ്യൻ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട്, അത് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ ടെക്നിക്കലി ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ചില സുഹൃത്തുക്കൾ ഡോക്ടേഴ്സാണ്. സോ എല്ലാ ഡോക്ടേഴ്സിനോടും മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരോടും റെസ്പെക്റ്റോട് കൂടി ഞാനൊരു കാര്യം പറയാണ്. ഞാനിത് അവർക്ക് എതിരെ സംസാരിക്കുന്നതല്ല, പക്ഷെ ഇതൊരു സജഷനാണ്. ഇതൊരു കൺസ്ട്രക്റ്റീവ് ഒരു സജഷനായിട്ട് നിങ്ങൾ എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്ടേഴ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. അതൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുറിച്ച് തന്നു കഴിഞ്ഞാൽ അവരുടെ ഹാൻഡ് റൈറ്റിംഗ്, അവർ എഴുതിയത് മോസ്റ്റ്ലി വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാര്യം ഞാനിവിടെ പറയുന്നതിനുള്ള മെയിൻ റീസൺ, ഈ അടുത്ത കാലത്ത് എനിക്കൊരു പ്രിസ്ക്രിപ്ഷൻ കിട്ടി. ഞാനൊരു ഫാർമസിയിൽ പോയപ്പോൾ അവിടെയുള്ള ആൾക്ക് അത് വായിക്കാൻ പറ്റുന്നില്ല. ഇത് പല സാഹചര്യങ്ങളിലും പല ആൾക്കാർക്കും ഈ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പിന്നെ അറിഞ്ഞത്. കാരണം ഒരു ഡോക്ടറിനെ കാണാൻ പോയിട്ട് ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ക്ലിനിക്കിൻ്റെ അടുത്തുള്ള ഫാർമസികളിൽ ചിലപ്പോൾ അവർക്ക് സ്ഥിരം ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ ആ ഹാൻഡ് റൈറ്റിംഗ് യൂസ്ഡ് ആയതുകൊണ്ട്, പരിചിതമായതുകൊണ്ട് അവർ ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം. ചിലപ്പോൾ അവിടെ മെഡിസിൻ ഇല്ല, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോകേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഫാർമസിയിൽ ചിലപ്പോൾ അത് ചില സാഹചര്യങ്ങളിൽ അവർക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇത് കാരണം ആൾക്കാർ അസ്യൂം ചെയ്യുകയാണ്. ചില ഫാർമസിയിൽ ഇതായിരിക്കും എന്നുള്ളൊരു രീതിയിൽ ചിലപ്പോൾ മെഡിസിൻസ് കുറിച്ച് തന്നേക്കാം. എല്ലാവരും അങ്ങനെ ചെയ്യും എന്നല്ല പറയുന്നത്. അവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ടാകും, അതെല്ലാം ഓക്കെ. പക്ഷേ ചില സാഹചര്യങ്ങളിലെങ്കിലും, ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇത് വേൾഡ് വൈഡ് ഉള്ളൊരു ഇഷ്യൂ ആണെന്ന് ഞാൻ പിന്നീട് അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ സ്റ്റഡി നടത്തിയപ്പോഴാണ് അറിഞ്ഞത്. സോ ഡോക്ടേഴ്സ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്, നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്കൊരു MBBS അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വാളിഫൈഡ് ഡോക്ടർ ആകാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിങ്ങിലും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അധികൃതരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഒന്നുകിൽ അത് ഡിജിറ്റൽ ആക്കുക, ഇലക്ട്രോണിക് ആക്കുക. അതുവഴി അറ്റ്ലീസ്റ്റ് റിട്ടേൺ ഒരു പ്രിസ്ക്രിപ്ഷൻ വഴി വരുന്ന എറേഴ്സ് ചിലപ്പോൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റിയേക്കും. ചിലപ്പോൾ അത് ഡയഗ്നോസ് ചെയ്ത കാര്യം വരെ ചിലപ്പോൾ തെറ്റായിട്ട് വായിച്ചേക്കാം. അതുപോലെ മെഡിസിൻസിൻ്റെ ഡോസ് ചിലപ്പോൾ മാറിപ്പോയേക്കാം. അങ്ങനെ പല സാഹചര്യങ്ങളും വന്നേക്കാം. നിങ്ങൾ തിരക്കുള്ള ആൾക്കാരാണ്, അതെല്ലാം ഓക്കെ. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് കാരണം വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കുകളും ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ഒരു ചെറിയ സ്റ്റഡി നടത്തിയപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ട് ഒത്തിരി ഫേറ്റാലിറ്റീസ് അല്ലെങ്കിൽ ഒത്തിരി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. സോ താങ്ക് യു ഓൾ ഡോക്ടേഴ്സ്. I hope you will take this as a constructive feedback. ഇനിയുള്ള കാലത്തിലൊക്കെ ഒരു ഹാൻഡ് റൈറ്റിംഗിന്റെ റെലവൻസ് എത്രയാണെന്ന് പോലും അറിയില്ല. കാരണം ടെക്നോളജി അതുപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എഴുതേണ്ട കാര്യം തന്നെ വരുമെന്ന് അറിയില്ല. അതൊക്കെ ഫ്യൂച്ചറിന്റെ കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും അത്യാവശ്യമായിട്ട് ലെജിബിൾ ആയിട്ട് ക്ലിയർ ആയിട്ട് എഴുതേണ്ടത് ഡോക്ടേഴ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ലൈഫിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇത്രയും ലൈഫ് സേവ് ചെയ്യാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഡോക്ടേഴ്സാണ്. ആ ഒരു ഏരിയ അല്ല പറയുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് ഹാൻഡ് റൈറ്റിംഗ്. ഒരു ലെജിബിൾ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് എഴുതി കഴിഞ്ഞാൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ ലേഡി ഡോക്ടേഴ്സാണ് ബെറ്റർ എന്ന്. കാരണം മെയിൽ ഡോക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് കാണുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ഞാനത് 100% ജനറലൈസ് ചെയ്തല്ല പറയുന്നത്. പക്ഷേ ഇത് മോസ്റ്റായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ഷെയർ ഇറ്റ്. അത് എത്തേണ്ട ആൾക്കാരിലേക്ക് എത്തട്ടെ. ചിലപ്പോൾ ഇതൊരു ചെറിയ ഇനിഷ്യേറ്റീവ് കൊണ്ട് മാറിയേക്കാം. ചിലപ്പോൾ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട്, ഒരാളുടെ മൈൻഡ് സെറ്റ് കൊണ്ട്, ചിന്താഗതി കൊണ്ട് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് എന്താണ്, പടം വരയ്ക്കുവാണോ എന്ന് ഞാൻ ആലോചിച്ചു. കാരണം ആ ഒരു ഡിസൈനിൽ എഴുതുക. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ അത് ഫാർമസിയിലെത്തിയപ്പോൾ അവരെന്നോട് ചോദിച്ചതാണ്, ഇത് എനിക്ക് ആക്ച്വലി ഇത് ഡോക്ടറെ വിളിച്ചാൽ കിട്ടുമോ, ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഒരു മെഡിസിൻ, എല്ലാം അല്ല, ഒരു മെഡിസിൻ. ഞാൻ അതിൻ്റെ സീരിയസ്നെസ് ഞാൻ പലവട്ടം ആലോചിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ട് വായിക്കാനും ചെറിയൊരു സ്റ്റഡി നടത്താൻ ശ്രമിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇത് ഇന്ത്യയിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇത് ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണെന്ന്. താങ്ക് യു. And thank you doctors for all your initiatives, dedication, support, efforts and the way you give back to the community.